അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ പയർ കൃഷിയെക്കുറിച്ചുള്ളതാണ്. അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം. ഞാൻ ഈ പയറിൻ്റെ വിത്തുകളൊക്കെ പാകി മുളപ്പിച്ച് പറിച്ച് മാറ്റി നട്ടതിന് ശേഷം എനിക്കധികം അങ്ങോട്ട് ഈ പയറുകളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഒരു വളപ്രയോഗം മാത്രമാണ് ചെയ്തു കൊടുത്തത്. എന്നിട്ടും എനിക്ക് നന്നായിട്ട് തന്നെ വിളവുകളൊക്കെ കിട്ടിയിരിക്കുകയാണ്. അപ്പോഴെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. ഞാനിതിൻ്റെ വളപ്രയോഗ രീതികളൊക്കെ പറയുന്നുണ്ട്. ഞാൻ 2 തരത്തിലുള്ള പയറിൻ്റെ തൈകളായിരുന്നു പറിച്ച് മാറ്റി നട്ടുകൊടുത്തിരുന്നത്. വള്ളിപ്പയറും കുറ്റിപ്പയറും ഉണ്ടായിരുന്നു. ഞാൻ ഈ പയർ ചെടികൾക്ക് പന്തലിന് പകരം ഇതുപോലെ ഒരു വല ഒന്ന് ചരിച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പയറിൻ്റെ വള്ളികളൊക്കെ അതിലേക്ക് പടർന്ന് കയറിയിട്ടുണ്ട്. ഞാൻ പയറിൻ്റെ വിത്തുകളൊക്കെ പാകി മുളപ്പിക്കുന്നതും അത് പിരിച്ച് നടുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. പയർ ചെടിയൊക്കെ ഒരുവിധം ഒന്ന് വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി വളമൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇക്കായും കൂടിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഗ്രോ ബാഗിൻ്റെ ചുവടുകളിലായിട്ടുള്ള പുല്ലൊക്കെ പറിച്ച് മാറ്റി തരികയും ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പുല്ലുകളൊക്കെ ആയി നിൽക്കുന്ന ഗ്രോ ബാഗുകളിലെ പുല്ലുകളൊക്കെ ഇതുപോലെ പറിച്ച് മാറ്റിയെടുക്കുകയാണ്. കൃഷി ചെയ്യുന്ന കാര്യത്തിലും കൃഷിയെ സഹായിക്കുന്നതുമൊക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൃഷി ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷി ചെയ്യുന്ന കാര്യത്തിലൊക്കെ നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇനി ഈ പയർ ചെടിയിൽ ഉണ്ടായി നിൽക്കുന്ന പയറുകളൊക്കെ ഞാൻ വിളവെടുക്കുകയാണ്. കുരങ്ങുകളൊക്കെ വരികയാണെങ്കിൽ പയറൊന്നും വിളവെടുക്കാൻ കിട്ടുകയില്ല. ഇപ്പോൾ കുരങ്ങുകളൊന്നും എത്തിയിട്ടില്ല. അപ്പോഴുള്ളതൊക്കെ ഞാനിഞ്ഞ് വിളവെടുക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇതിലെ പയറുകളൊക്കെ വിളവെടുക്കാനൊന്ന് വൈകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലുള്ള പയറുകളെല്ലാം ഇതുപോലെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. കുറച്ച് പയർ ഇക്കായും കൂടി പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പയറൊക്കെ കൃഷി ചെയ്യുമ്പോൾ നന്നായിട്ട് മുഞ്ഞയുടെ ശല്യം ഉണ്ടാകാറുണ്ട്. എൻ്റെ ഈ പയർ ചെടിയിലും മുഞ്ഞയുടെ ശല്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മുഞ്ഞയുടെ ശല്യം പരിഹരിക്കുന്നതിനായി ഞാൻ വെളുത്തുള്ളി, വേപ്പെണ്ണ മിശ്രിതം, സോപ്പ് ലായനി ഇതൊക്കെയാണ് ചെടികളിലായി സ്പ്രേ ചെയ്ത് കൊടുത്തത്. കുറ്റിപ്പയറൊക്കെ നമ്മൾ നട്ടുകൊടുത്ത് രാവിലെയും വൈകിട്ടുമൊക്കെ നനച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അധിക ശ്രദ്ധയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കുറ്റിപ്പയറിൽ നിന്ന് നല്ല രീതിയിൽ വിളവൊക്കെ കിട്ടാറുണ്ട്. എന്നാൽ വള്ളിപ്പയർ അതുപോലല്ല. നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വിളവുകളൊക്കെ എടുക്കാൻ കിട്ടുകയുള്ളൂ. ഞാൻ തൈകളൊക്കെ പറിച്ച് മാറ്റി നട്ടതിന് ശേഷം ഒരൊറ്റ വളപ്രയോഗം മാത്രമേ ചെയ്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. എന്നിട്ട് എനിക്ക് നന്നായിട്ട് വിളവൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വളപ്രയോഗം നടത്തിയതെന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ ഇട്ട് നല്ലൊരു ജൈവ വളക്കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വെയിലത്ത് നന്നായിട്ട് ഉണക്കാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ ഒരു ബക്കറ്റിലേക്ക് കോരിയെടുക്കുകയാണ്. ഇതും ചാണകപ്പൊടിയും ആട്ടിൻകാഷ്ടവും ഇതൊക്കെ ചേർത്താണ് ഞാൻ പയർ ചെടിയുടെ ചുവടുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് ഉണങ്ങിപ്പൊടിച്ച ചാണകപ്പൊടിയാണ്. ഒരു പാത്രത്തിലായിട്ട് ഉണങ്ങിപ്പൊടിച്ച ആട്ടിൻകാഷ്ടവും എടുത്തിട്ടുണ്ട്. വീട്ടിൽ തയ്യാറാക്കിയെടുത്ത ജൈവ വളക്കൂട്ട് കൂടിയുണ്ട്. അപ്പോൾ ഈ ജൈവ വളക്കൂട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലായി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ഈ പയർ ചെടിയുടെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. ഈ പയർ ചെടി നട്ടുകൊടുത്തെങ്കിലും ശരിയായിട്ടുള്ള നന പോലും കിട്ടിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അമ്മായിക്ക് സുഖമില്ലാതെ ഇരുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഇടാനും കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലായി ആട്ടിൻകാഷ്ടം, ചാണകപ്പൊടി, അതുപോലെ തന്നെ ഞാൻ തയ്യാറാക്കിയ ജൈവ വളക്കൂട്ട് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരാഴ്ച കൂടുമ്പോൾ വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജൈവ വളക്കൂട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നല്ല വിളവ് തന്നെ കിട്ടും.
ഞാനിതിന് വളമൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എല്ലാത്തിൽ നിന്നും കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ വിഷമൊന്നുമില്ലാത്തത് നമുക്കിതുപോലെ കൃഷി ചെയ്തെടുക്കാനൊക്കെ കിട്ടും. നേരത്തെ പയർ കൃഷിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഞാൻ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇനി ഈ ഒരു പയറിൻ്റെ ചുവട് കൂടി ഞാൻ വൃത്തിയാക്കി വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൈകളൊക്കെ പറിച്ച് മാറ്റി നട്ടപ്പോൾ അടിവളമായി കൊടുത്തിരുന്നത് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, ചാരം ഇതൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ഇതിലടുത്ത വളമൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അധിക വളപ്രയോഗവും കാര്യമായിട്ടുള്ള ശ്രദ്ധയും ഒന്നും കിട്ടിയില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ പയറുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ വളമൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പയറിൻ്റെ ചുവടൊക്കെ ഞാനൊന്ന് നനച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വളമൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ചുവടൊക്കെ നനച്ചിട്ട് ഇതിന് ചുവടിലായി പുതയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. ടെറസിന് മുകളിൽ നല്ല വെയിലാണ്. ഞാൻ ഇതുപോലെ വളമൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം രാവിലെയും വൈകിട്ടും ഇതിൻ്റെ ചുവടൊക്കെ നനച്ച് കൊടുത്തപ്പോഴാണ് എനിക്ക് നല്ല രീതിയിൽ പയറുകളൊക്കെ കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.